ഇന്ന് ഡിന്നറിന് നമ്മളൊരു ഹോം മെയ്ഡ് ബ്രെഡ് ആൻഡ് ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പാലും ഒറിഗാനോ, കുരുമുളക്, ഉപ്പ്, അതുപോലെ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കുറച്ചധികം നേരം ചിക്കൻ നമ്മളൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി സോക്ക് ചെയ്തിട്ടു. ആ സമയത്ത് തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ഇട്ട് ചൂട് പാൽ ഒഴിച്ചിട്ട് ചെറു ചൂടുള്ള പാലും ഒഴിച്ച് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു വെച്ചു. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ഹാഫ് ആൻ അവർ എടുത്തു. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ റാഗി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗോതമ്പ് പൊടിയും വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ബട്ടർ എടുത്തു. അതുപോലെ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയും റാഗി പൗഡറോടെ ചേർത്ത് കൊടുത്തിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വെച്ച ഈ ഈസ്റ്റ് ആൻഡ് പാലും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് സെസമും അതുപോലെ മുട്ട ഒന്നും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൈദയിലേക്ക് കുരുമുളക്, മഞ്ഞൾ, ഒരല്പം മഞ്ഞളും കാശ്മീരി ചില്ലിയും ഒറിഗാനോ അതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് അതുപോലെ മുട്ടയിൽ മുക്കി നമ്മൾ സോഫ്റ്റ് ആവാൻ വെച്ചിരുന്ന ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ഇതുപോലെ ഒരു ഗോൾഡൻ കളറായപ്പോൾ എടുത്തു. പിന്നെ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു മൊജിറ്റോ റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നാരങ്ങയും അതുപോലെ മിൻറ്റ് ലീഫുമാണ് എടുത്തത്. ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഐസും ഇട്ടിട്ട് നമ്മൾ ഗ്ലാസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം സോഫ്റ്റ് ഡ്രിങ്ക് ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഇത്രയും റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്ത ബ്രെഡ് പുറത്തെടുത്തു. ഇത് ആദ്യമേ അങ്ങ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പുറത്തെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു. പുറം ഒന്നുകൂടെ മൊരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചു. ഒരല്പം ഹാർഡനായി പോയി, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും കഴിക്കാൻ നല്ലൊരു പാകമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ മൊജിറ്റോ റെഡിയാക്കി. അപ്പോൾ ഇതാ അവിടെ ഒരു കുഞ്ഞ് കൈകൾ വരുന്നുണ്ട് സ്ട്രോ ആയിട്ട് വേഗം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ബ്രെഡിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അവക്കാഡോ എടുത്ത് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സോസും